നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ MA പൊളിറ്റിക്കൽ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് എവല്യൂഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ എവല്യൂഷൻ, പരിണാമം, അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഗവൺമെന്റ് പോളിസികളുടെ ഒരു നടപ്പിൽ വരുത്തൽ, ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഗവൺമെന്റ് പോളിസികൾ നടപ്പിൽ വരുത്തുക, നയങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന് പറയുമ്പോൾ അതിന് ഒരു പരിണാമം തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ സ്റ്റേറ്റ് എന്ന ഓർഗനൈസേഷൻ വളർന്നു വരുന്നതിന് മുൻപ് അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കാനിടയില്ല. അപ്പോൾ സ്റ്റേറ്റിനോട് കൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ സ്റ്റേറ്റിന്റെ പല രൂപങ്ങള് ആദിമ കാലഘട്ടം മുതലുള്ള പല രൂപങ്ങളിലും ഈ ഒരു പൊതുഭരണത്തിന്റെ സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് ഒരു അതോറിറ്റി, ഭരിക്കാൻ ഒരു അതോറിറ്റി വരുന്നത് മുതലാണ് കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുക, ആ അതോറിറ്റിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ വരുന്നത്. അപ്പൊ നമുക്കിതിന്റെ എവല്യൂഷൻ നോക്കാം. ഇങ്ങനെ ഇതൊരു പഠനശാഖയായിട്ട് മാറുന്നതിന് മുൻപ് അതിന്റെ ചില ഘട്ടങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തായാലും അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇതിന്റെ പ്രാധാന്യം, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം, അതിന്റെ സ്കോപ്പ്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതില് ചില പ്രധാനപ്പെട്ട ചിന്തകന്മാർ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ നോക്കിയത്. അപ്പൊ ഇന്ന് എങ്ങനെയാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്, അപ്പൊ അതിന്റെ പരമ്പരാഗത ഘട്ടം ഏതാണെന്ന് നോക്കാം. അതായത് ആൻഷ്യന്റ് ആൻഡ് മിഡിയൽ പീരിയഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ പുരാതന കാലത്ത് തീർച്ചയായിട്ടും രാജാവോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഭരണാധികാരിയാണോ അന്ന് നിലവിലുണ്ടായിരുന്നത്, ചിലപ്പോൾ പലപ്പോഴും ഒരു ഗോത്രം, ആ ഗോത്രത്തിന്റെ ഒരു കുലത്തിന്റെ ഒരു ഹെഡ്, അല്ലെ, അങ്ങനെ ഒരു അധികാരം കൈയാളുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ അത് പിന്നീട് കുറച്ചുകൂടി വളർന്ന രാജാവ്, പിന്നീട് എ ഗ്രൂപ്പ് ഓഫ് ഭരണാധികാരികൾ, അതായത് ഒരു ഒലിഗാർക്കി ഫോം, അല്ലെ, ഇങ്ങനെയുള്ള പല ഫോംസ് നമ്മുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജനാധിപത്യം വരെയൊക്കെ വളരുന്നതിന് മുൻപുള്ള കുറെ സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം ഈ ജനാധിപത്യത്തിനൊക്കെ മുൻപുള്ള ഒരു പുരാതന കാലത്ത് രാജാവ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണാധികാരി തീരുമാനങ്ങൾ എടുക്കുകയോ ഭരണ സംവിധാനം നിയന്ത്രിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ മുതലാണ് നമുക്ക് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം വരുന്നതായിട്ട് കാണുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യയുടെ ഒരു പെക്യൂലിയർ സ്വഭാവം എടുത്തു നോക്കിയാൽ ചോളന്മാരും ചേരന്മാരും, ഇനി അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടുക്കെടുത്തു കഴിഞ്ഞാല് മൗര്യ സാമ്രാജ്യം, ഗുപ്തന്മാര്, ഇവരൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കൃത്യമായിട്ടുള്ള ഭരണനിർവഹണ സംവിധാനങ്ങൾ, ജലസേചനത്തിന് കൃഷി വകുപ്പ്, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ കൃത്യമായിട്ട് ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നു, പൊതുഭരണം നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടാണ് അന്ന് ഇങ്ങനെ ഭരണം നടന്നിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഖലീഫമാരുടെ ഭരണം, ചൈനയിലെ ഭരണാധികാരികള്, കൺഫ്യൂഷ്യസ് വ്യവസ്ഥകള്, ഇതെല്ലാം തന്നെ ഇത്തരം പൊതുഭരണത്തിന്റെ ഒരു ആദിമ രൂപങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ആധുനിക പൊതുഭരണത്തിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നോക്കാം. മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നത് ഒരു 19th സെഞ്ചുറി മുതലാണ് മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് നമ്മൾ വൂട്രോ വിൽസനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. 1887 അദ്ദേഹം ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുഭരണം എന്ന ഒരു പദം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വൂട്രോ വിൽസൺ. ഓക്കെ, ദെൻ ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഒരു ശാസ്ത്രീയ പഠനശാഖയായിട്ട് വളർത്തിക്കൊണ്ടുവരാനാണ് വൂട്രോ വിൽസൺ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ദ സ്റ്റഡി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെയാണ് രാജ്യഭരണം, അതായത് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം വെക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ഒരു എക്സാമിനേഷൻ വ്യൂവില് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഭരണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു അടിത്തറ പാകിയത് ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു ടേം കോയിൻ ചെയ്യുന്നതിലൂടെ ആയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് മാക്സ് വെബർ. മാക്സ് വെബർ അദ്ദേഹത്തിന്റെ ബ്യൂറോക്രസി തിയറി, ബ്യൂറോക്രസി സിദ്ധാന്തം അവതരിപ്പിച്ചത് മാക്സ് വെബർ ആണ്. അദ്ദേഹം ചില സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ പ്രൊഫഷണലിസം, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭരണ സംവിധാനമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ദെൻ മറ്റൊരാളാണ് ടെയ്ലർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രെഡറിക് വിൻസോ ടൈലർ എന്നാണ് പൂർണ്ണനാമം. അതുകൊണ്ട് തന്നെ നമുക്ക് ടെയ്ലറിസം എന്ന ഒരു
കോൺസെപ്റ്റ് കൂടി ഡിസ്കസ് ചെയ്യാം. അത് അദ്ദേഹം 1911 1911 ഈ ശാസ്ത്രീയ ഭരണനിർവഹണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സയന്റിഫിക് മാനേജ്മെന്റ് എന്ന തത്വം അദ്ദേഹം മുന്നോട്ട് വരുന്നത്. പൊതുഭരണം എന്നത് എന്താണ്? അത് മാനേജ്മെന്റ്, വളരെ സയന്റിഫിക് ആയിട്ട് ഭരണം മാനേജ് ചെയ്യുന്നതിലൂടെയാണ് എന്നാണ് ടൈലറിന്റെ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനക്ഷമത ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ദാറ്റ് മീൻസ് ഗവൺമെന്റുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും അത് ഏറ്റവും കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുമ്പോൾ സമയം ലാഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വൺ ബെസ്റ്റ് വേ എന്ന ഒരു ആശയം അവതരിപ്പിച്ചതും ഇദ്ദേഹമായിരുന്നു. വൺ ബെസ്റ്റ് വേ എന്നതിലൂടെ കൃത്യമായിട്ട് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള സമയത്തിന്റെ ഉപഭോഗം, അതിലൂടെ ഭരണത്തില് എങ്ങനെ കാതലായ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാം എന്നതാണ് ഇതിലൂടെ ഇവര് മീൻ ചെയ്യുന്നത്. ദെൻ നമുക്ക് പരമ്പരാഗത പൊതുഭരണഘട്ടം, അതായത് 1900 മുതൽ 1950 വരെയുള്ള ഒരു 50 വർഷത്തെ ഒരു കാലഘട്ടമാണ് ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത്, പരമ്പരാഗത പൊതുഭരണ ഘട്ടം. അപ്പൊ ഭരണ സംവിധാനങ്ങൾ ഈ ബ്യൂറോക്രാറ്റിക് സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ സുതാര്യമായിരിക്കുക, കാര്യക്ഷമമായിരിക്കുക എന്നൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു മാതൃക, ഒരു മോഡൽ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൂലിക് ആൻഡ് ഊർവിക് മോഡൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോ ഗ്യൂലിക് ആൻഡ് ഊർവിക് മോഡല് നമുക്ക് ഒരു അബ്രിവേഷനിലൂടെയാണ് പഠിച്ചെടുക്കേണ്ടതുള്ളത്. അതായത് പോസ്റ്റ് കോർബ് എന്ന ഒരു മന്ത്രം, പോസ്റ്റ് കോർബ്, അതായത് POSDCORB, ഇങ്ങനെയുള്ള വാക്കുകൾ, ഈ അത്രയും അക്ഷരങ്ങൾ, അതിന്റെ ഒരു അബ്രിവേഷൻ, ഒരു എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. P എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. പ്ലാനിങ്, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഗ്യൂലിക് ആൻഡ് ഊർവിക് പൊതുഭരണത്തെ കാര്യക്ഷമമാക്കുന്നതിനുള്ള ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ ചില മാർഗങ്ങൾ പറഞ്ഞു. അതിനെ നമ്മൾ ഗ്യൂലിക് ആൻഡ് ഊർവിക് മോഡൽ എന്നാണ് പറയുക. അപ്പൊ അവര് എന്തൊക്കെയാണ് അവര് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് P, പോസ്റ്റിലെ P ആണ് ഫസ്റ്റ്. P എന്ന് വെച്ചാൽ പ്ലാനിങ് ആണ്, ആസൂത്രണം ചെയ്യുക. ദെൻ ഓർഗനൈസിങ്, ആസൂത്രണം ചെയ്തതിനെ നമ്മൾ നടപ്പിൽ വരുത്തുക. ദെൻ S എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്, അതായത് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫിനെ നിയോഗിക്കുക, ദാറ്റ് ഈസ് സ്റ്റാഫിംഗ്. ദെൻ അടുത്തത് വരുന്നത് ഡയറക്റ്റിംഗ് ആണ്, അതായത് D ഫോർ ഡയറക്റ്റിംഗ്, നേതൃത്വം നൽകുക, ഈ കാര്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് നടത്തുന്നതിന് നേതൃത്വം നൽകുക. ദെൻ CO, പിന്നെ വരുന്ന കോ എന്നത് CO ആണ്, അതായത് കോർഡിനേഷൻ ആണ്, കോർഡിനേറ്റിംഗ്, സമന്വയിപ്പിക്കുക, ഇതിനെല്ലാം കൂടെ സമന്വയിപ്പിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്ന അക്ഷരം R ആണ്. R എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം, നടക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അതിലേക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പരിഷ്കരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നത് അങ്ങനെയാണ്. സോ ഇവിടെ റിപ്പോർട്ടിംഗ്. ദെൻ B ആണ്. B മീൻസ് ബഡ്ജറ്റിംഗ് ആണ്. B ഫോർ ബഡ്ജറ്റിംഗ്, അതിനൊക്കെ ഫണ്ട് അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇത്രയുമാണ് ഈ ഒരു ഗ്യൂലിക് ആൻഡ് ഊർവിക് മോഡൽ എന്ന് പറയുന്നത്. ശരി, അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഷോർട്ട് ഫോം ഒന്ന് പഠിച്ചിരിക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ, ഏതൊക്കെ വേർഡ്സ് ആണ്, അതിന്റെ അബ്രിവേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് നിങ്ങൾ അത് ഓരോന്നിനെയും ജസ്റ്റ് ഒന്ന് വികസിപ്പിച്ച് എഴുതുക. അതാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ടേം ആണ് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു ടേം. അതായത് 1960s ഈ ഒരു ടേം എമർജ് ചെയ്യപ്പെടുന്നത്. 60s മുതൽ 80s വരെയുള്ള കാലഘട്ടത്തിലാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഇനി ഇതിനെ NPA എന്ന എന്ന അക്ഷരങ്ങളിലാണ് സൂചിപ്പിക്കുക, NPA. ഓക്കെ, അപ്പൊ എന്താണ് NPA? ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് NPA. ഓക്കെ, അപ്പൊ പരമ്പരാഗത മാതൃകകളിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു NPA എന്ന് പറയുന്നത്. അതായത് ഒരു ജനപക്ഷമായിട്ടുള്ള ഒരു ഭരണം, അതായത് ഒരു പബ്ലിക് ഓറിയന്റഡ് അഡ്മിനിസ്ട്രേഷൻ, ജനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള, പബ്ലിക്കിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണം. അതുവരെ നമുക്കറിയാം പല സിസ്റ്റങ്ങളും ഇപ്പൊ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഭരിക്കുന്നത് രാജാവാണെങ്കിൽ രാജാവിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഭരണങ്ങൾ, നയങ്ങൾ രൂപീകരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനം, അതായത് ജനങ്ങൾക്ക് സുപ്രീം പൊസിഷൻ നൽകിക്കൊണ്ടുള്ള ഒരു പബ്ലിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് NPAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു NPA എന്ന
ആലോചന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേം കോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ചിന്തകന്മാരുണ്ട്. ഒന്ന് മോഷറും വാൽഡോയുമാണ്. അവരുടെ പൂർണ്ണനാമം നോക്കാം. ഡ്വൈറ്റ് വാൽഡോ, അതുപോലെ ഫ്രെഡറിക് മോസർ. ഈ രണ്ടു വ്യക്തികളാണ് നമുക്ക് ഈ NPA ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്തകന്മാർ എന്ന് പറയുന്നത്. NPA ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻസി. അതായത് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, സുതാര്യമായിരിക്കണം, അല്ലെ? ഒരു ചില്ലുകൂട്ടിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറത്തു നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ ആയിരിക്കണം ഭരണം നടത്തേണ്ടത്. ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് തരത്തിലുള്ള ആസൂത്രണങ്ങളാണ് നടക്കുന്നതെന്നും അത് എപ്രകാരമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ പബ്ലിക്കിന് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ട്രാൻസ്പെറൻസി. ദെൻ നെക്സ്റ്റ് ഈസ് സോഷ്യൽ ഇക്വിറ്റി. അതായത് ഒരു സാമൂഹിക നീതി. സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ അർഹതയുള്ളവർക്കെല്ലാം അർഹിക്കുന്നത് ലഭിക്കുക എന്നുള്ളതാണല്ലോ സാമൂഹിക നീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്ന, അതായത് കൂടുതൽ സ്വാധീനമുള്ളവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കും നിരാലംബരായവർക്കും ഒന്നും സാധിക്കാതെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നു, ഇങ്ങനെയുള്ള അവസ്ഥയില്ലാതെ ഒരു നയം നടപ്പിൽ വരുത്തുമ്പോൾ അത് അർഹതയുള്ളവരിലേക്ക് കൃത്യമായി എത്താനുള്ള സംവിധാനം, ദാറ്റ് ഈസ് സോഷ്യൽ ഇക്വിറ്റി. ദെൻ ഒന്ന് സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ഗവേണൻസ് ആണ് മറ്റൊന്നത്. സിറ്റിസൺ സെൻട്രിക് ഗവേണൻസ് മീൻസ് ജനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭരണം. ജനങ്ങളെ കീ പൊസിഷൻ ജനങ്ങൾക്ക് തന്നെ ആയിരിക്കുക, ജനങ്ങളെ സെന്റർ ആക്കിയിട്ടുള്ള ഭരണമാണ് നടത്തേണ്ടത്. ഇതാണ് NPA ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, അതായത് NPM, ഓക്കെ, ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന ടേം നോക്കാം. അപ്പൊ NPM വരുന്നത് 1980s മുതൽ. NPA നമ്മൾ 60s മുതൽ 80s വരെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത് 1980s മുതൽ 2000 വരെയുള്ള 2000 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്ന ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ളത്. ദെൻ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ കാര്യക്ഷമത, ഫലപ്രാപ്തി, ടോട്ടൽ ക്വാളിറ്റി, അതുപോലെ മാനേജ്മെന്റ്, ഇതെല്ലാം ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് വികസിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സ്വകാര്യവൽക്കരണം ഈ കാര്യങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പിൽ വരുത്തുന്നതിന് പലപ്പോഴും ഗവൺമെന്റിന്റെ പരിമിതമായ ഫണ്ടിനോ പരിമിതമായ നടത്തിപ്പ് സംവിധാനങ്ങൾക്കോ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ പൊതുമേഖലയിലേക്ക് നമുക്ക് ഈ സ്വകാര്യ മേഖലയെ കൂടി സമന്വയിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടി ചില ഭാഗങ്ങളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു രീതി, ദാറ്റ് ഈസ് സ്വകാര്യവൽക്കരണം. അപ്പൊ സ്വകാര്യവൽക്കരണം ഈ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുത്തി. അതുപോലെ തന്നെ കാര്യക്ഷമത, എഫിഷ്യൻസി ഉറപ്പുവരുത്തുന്നതിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത എഫിഷ്യൻസി ഉറപ്പുവരുത്തൽ അതിന്റെ മറ്റൊരു കാര്യമായിരുന്നു. അതുപോലെ ടോട്ടൽ ക്വാളിറ്റി, സമ്പൂർണമായിട്ടുള്ള ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മള് ഒരു ഗവേണൻസുമായിട്ട്, ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേവിഡ് ഓസ്ബേൺ, അതുപോലെ ടെഡ് ഗെയ്ബർ, ഇവരാണ് ഈ റീഇൻവെന്റിംഗ് ഗവൺമെന്റ് എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. റീഇൻവെന്റിംഗ് ഗവൺമെന്റ് എന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ്. റീഇൻവെന്റിംഗ് ഗവൺമെന്റ്. അപ്പൊ എന്താണ് ഇൻവെന്റ് ചെയ്യുക, അല്ലെ, കണ്ടെത്തുക, റീഇൻവെന്റിംഗ് ഗവൺമെന്റ് എന്നൊരു കോൺസെപ്റ്റ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഗവേണൻസ് റാദർ ദാൻ ഗവൺമെന്റ്, ഭരണകൂടത്തെക്കാൾ ഉപരിയായിട്ട് ഭരണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് റീഇൻവെന്റിംഗ് ഗവൺമെന്റ് എന്ന അവരുടെ ഒരു പുസ്തകത്തിലാണ് ഈ റീഇൻവെന്റിംഗ് ഗവൺമെന്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. പുസ്തകത്തിന്റെ പേരും ആശയത്തിന്റെ പേരും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിൽ ഇവർ കൊണ്ടുവരുന്നത് ഗവേണൻസ് റാദർ ദാൻ ഗവൺമെന്റ്, ഗവൺമെന്റിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് വേണ്ടത്? ഗവൺമെന്റ് ഉണ്ടായാൽ പോരാ, ഗവൺമെന്റിനേക്കാളും പ്രാധാന്യം എന്തിനാണ്? ഗവേണൻസിനാണ്, ഭരണത്തിനാണ്. ഭരണകൂടത്തെക്കാൾ പ്രാധാന്യം ഭരണത്തിന് എന്ന ഒരു ആശയം. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ്, ഇപ്പൊ നമ്മളെ NPM NPA ഒക്കെ ഡിസ്കസ് ചെയ്തല്ലോ, അതുപോലെ PPP Triple-P എന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പോ എന്താണ്, പബ്ലിക്കിനെയും പ്രൈവറ്റിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് മാക്സിമം കാര്യക്ഷമത ഉറപ്പുവരുത്താനുള്ള ഒരു ഭരണതന്ത്രം, ഇതാണ് PPP എന്ന തന്ത്രം കൊണ്ട്. നമുക്കറിയാം ഈ പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
മാക്സിമം ലാഭങ്ങൾ അല്ലെങ്കിൽ മാക്സിമം നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അല്ലെ. ഇപ്പോ പൊതുമേഖല തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ അവിടെ സ്വകാര്യ മേഖലയ്ക്ക് കൂടി ചെറിയ പങ്കാളിത്തം നൽകി കഴിയുമ്പോൾ ആ മേഖലയ്ക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് PPP കോൺസെപ്റ്റിൽ വരുന്നത്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ എവല്യൂഷൻ ആണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അത്യാധുനികമായിട്ട് ഗവേണൻസ് എങ്ങനെയാണ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പൊതുഭരണം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാണ് നോക്കുന്നത്. ഇതുമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് ഭരണ കാര്യങ്ങളെയെല്ലാം കമ്പ്യൂട്ടർ വൽക്കരിച്ചുകൊണ്ട് അതിനെയെല്ലാം പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഒരു ഡിജിറ്റൽ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടുള്ള മികച്ച സേവനം നൽകുന്ന പരിപാടി. ഇത് ഇന്ന് ഡിജിറ്റൽ സേവനങ്ങൾ എല്ലാവർക്കും ഇന്ത്യയിലെ ഏറ്റവും ഗ്രാമീണമായ മേഖലയിലുള്ള ഒരു സാധാരണക്കാരനോ അവൈലബിൾ ആക്കുന്ന രീതിയിൽ ഈ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തി, സാർവത്രികമായി എന്ന് വെച്ചാൽ അത് കൂടുതൽ ജനകീയമായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഇപ്പൊ നമുക്കിപ്പോ കേരളത്തില് അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെ, അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് എല്ലാ തരം സേവനങ്ങളും ലഭ്യമാണ്. ഒരു ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും ഒരു അപേക്ഷ അയക്കണമെങ്കിൽ അത്, അതുപോലെ നികുതി അടയ്ക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളും ഗവൺമെന്റുമായി ലിങ്ക് ചെയ്യുന്ന എല്ലാ സംഗതികളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് നടപ്പിൽ വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ഇതാണ് ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ടേമാണ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഭരണം അല്ലെ, നല്ല സുതാര്യതയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു നല്ല ഭരണം നടപ്പിൽ വരുത്തുക എന്നത്. ഓക്കെ, ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതുപോലെ ബിഗ് ഡാറ്റയുടെയും ഒക്കെ സേവനങ്ങളൊക്കെ ലഭ്യമാക്കിക്കൊണ്ട് ഏറ്റവും അത്യാധുനികമായ രീതിയിലേക്ക് ഇന്ന് പൊതുഭരണം വന്നിട്ടുണ്ട്. അപ്പൊ പൊതുഭരണത്തിന്റെ വളർച്ചയെ നിക്കോളാസ് ഹെൻറി പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് രാഷ്ട്രീയ ഭരണ വേർതിരിവാണ്, അതായത് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡൈക്കോണമി എന്നറിയപ്പെടുന്നു. വൂഡ്രോ വിൽസൺ ആണ് ഈ പൊതു ഭരണത്തിന്റെ ഇതിനെ ഒരു സ്വതന്ത്ര ശാഖയായിട്ട് പരിണമിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇതിലെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്, അതായത് ഭരണത്തിന്റെ തത്വങ്ങൾ അല്ലെ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. 1927-37 കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ടേം ആണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തില് വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഭരണത്തെക്കുറിച്ച്, വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്തു. ലൂതർ ഗൂലിക്കും അതുപോലെ ലിയനാർഡോ വൈറ്റ് ഇങ്ങനെയുള്ള സോഷ്യൽ സയൻസ് ചിന്തകരാണ് ഇത്തരം ആശയങ്ങൾ കോയിൻ ചെയ്തത്. ഇനി നമ്മള് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് നവ പൊതുഭരണ നിർവഹണ സംവിധാനമാണ്, അതായത് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് NPM എന്ന സിസ്റ്റം 1971 നടപ്പിൽ വരുത്തി ഇപ്പോൾ നിലനിന്ന് പോകുന്ന സിസ്റ്റമാണ് NPM എന്ന് പറയുന്നത്. ഡേവിഡ് ഓസ്ബോണും ടെഡ് ഗെബ്ലറുമാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഭരണം എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആകുന്ന തരത്തിലേക്ക് ഭരണത്തെ സുതാര്യമാക്കുക, ഈസി ആക്കുക, സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സോ ഇത്രയുമാണ് നമുക്ക് എവല്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചത് ആദ്യ കാലഘട്ടത്തിൽ വന്ന ഏറ്റവും ഗോത്ര സംസ്കൃതി മുതൽ വന്ന ഗവൺമെന്റുകൾ മുതൽ ഇന്ന് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഗവൺമെന്റ്, ഗുഡ് ഗവേണൻസ്, ഇ ഗവേണൻസ്, ഒടുവിൽ AI സാങ്കേതിക വിദ്യ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഗവൺമെന്റിൽ അല്ലെങ്കിൽ പൊതുഭരണത്തിൽ വന്നിട്ടുള്ള പരിണാമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. സോ ദിസ് ഇസ് അബൌട്ട് ദിസ് സെക്കൻഡ് യൂണിറ്റ്. താങ്ക് യു.